ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് ഷോപ്പിംഗ് വ്ലോഗാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ക്രിസ്മസ് ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ പോകുന്നത് ബ്രോഡ്വേയിലേക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ ഷോപ്സും വളരെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിക്കും ക്രിസ്മസിൻ്റെ ഒരു മൂഡ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ബ്രോഡ്വേയിൽ വരുമ്പോഴാണ്. പർച്ചേസ് ചെയ്യാനും നമുക്ക് നല്ല ചീപ്പായിട്ട് റേറ്റിൽ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ക്രിസ്മസ് ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രോഡ്വേയിലും കൂടി ഒന്ന് കയറി നോക്കുക. ആദ്യം തന്നെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പം നല്ലൊരു ട്രീ നോക്കി സെലക്ട് ചെയ്യാൻ പോവാണ്. ബ്രോഡ്വേ എന്നുള്ള ക്രിസ്മസ് പർച്ചേസ് കംപ്ലീറ്റ് ആയിരിക്കുവാണ്. നമ്മൾ ട്രീയും അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഇനി പോകുന്നത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ ടൈം ഒത്തിരി ലേറ്റായി. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോയത് വൈറ്റ്ലയിലുള്ള നൈറ്റ് ഷെഫ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇത് വൈറ്റ്ല SBIയുടെ തൊട്ടടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഫുഡും നല്ല ടേസ്റ്റി ഫുഡാണ്.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു വ്യത്യസ്തമായൊരു കാഴ്ച ഉണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുവാണ്. ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ള് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും ഒരു വില്ലനായിട്ട് മാറിയിരിക്കുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മുടെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ട്രീ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.